എല്ലാത്തിനും പരിമിതി കണ്ടെത്തുന്ന ആളുകളുടെ ഒരു സമൂഹത്തിൽ സാഹചര്യം സൃഷ്ടിച്ച പരിമിതിയെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് അതിജീവിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അപകടത്തിൽ വലം കൈ നഷ്ടപ്പെട്ട പാർവതി 282ാം റാങ്ക് നേടിയാണ് സിവിൽ സർവീസ് നേടിയെടുത്തത്. സ്വപ്നങ്ങളെയും മനോധൈര്യത്തെയും തന്റെ ഇടത് കൈയിൽ മുറുക്കി പിടിച്ചുള്ള പോരാട്ടത്തിനൊടുവിൽ പാർവതി ഇനി എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ. അമ്പലപ്പുഴ സ്വദേശിനിയായ പാർവതി 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 282ാം റാങ്കോടെയാണ് IAS സ്വന്തമാക്കിയത്. ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ അമ്പലപ്പുഴ കോമനാമ്പാടിയിൽ KS ഗോപകുമാറിന്റെയും കക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകലായസ് നായരുടെയും മകളാണ് പാർവതി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് ഗോപകുമാറിനൊപ്പം ഇരുചക്രവാഹനത്തിൽ ആലപ്പുഴ ചിറപ്പുത്സവം കാണാൻ പോകുമ്പോഴാണ് വാഹനാപകടത്തിൽപ്പെട്ട് പാർവതിയുടെ വലതു കൈയറ്റത്. മുട്ടിനു താഴെ വെച്ച് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിനെ തുടർന്ന് കൃത്രിമ കൈയുടെ സഹായത്തോടെയാണ് പിന്നീട് പഠനം തുടർന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് നിരാശപ്പെടാതെ ഇടതുകൈ കൊണ്ട് എഴുതാനും മറ്റും പഠിച്ചു. +2 ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ മാർക്കും വാങ്ങി ജയിച്ച പാർവതി ബംഗളൂരു നാഷണൽ ലോ സ്കൂളിൽ നിന്നാണ് 2021 നിയമബിരുദം നേടിയത്. ആലപ്പുഴ കളക്ടർ S. സുഹാസ്, സബ് കളക്ടർ കൃഷ്ണതേജ എന്നിവരുടെ ഓഫീസിൽ ഇന്റേൺഷിപ്പിന് അവസരം ലഭിച്ചതോടെയാണ് പാർവതിക്ക് IAS മോഹം പൂവിട്ടത്. സിവിൽ സർവീസ് റാങ്ക് പട്ടികയിൽ മലയാളികൾക്കാകെ പ്രചോദനമായിരുന്നു അമ്പലപ്പുഴക്കാരി പാർവതി ഗോപകുമാറിന്റെ വിജയം. 2ാം ശ്രമത്തിൽ IAS പാർവതിയുടെ വരുതിയിലാക്കി. മസൂറയിലെ പരിശീലനം പൂർത്തിയാക്കിയ പാർവതിയെ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത്. പാർവതി ചുമതലയേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബാംഗങ്ങളും കളക്ടറേറ്റിൽ എത്തിയിരുന്നു. അച്ഛൻ ഡെപ്യൂട്ടി തഹസിൽദാറായി ജോലി ചെയ്യുന്ന ആലപ്പുഴ കളക്ടറേറ്റിൽ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മാതൃജില്ല ലഭിക്കില്ലല്ലോ എന്നതായിരുന്നു പാർവതിയുടെ പ്രതികരണം. ആനുകാലികങ്ങളിൽ ചില ചെറുകഥകളും എഴുതിയിട്ടുണ്ട്.